ഈസി ചെയർ ഉണ്ടാക്കുന്നത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കായി റിയൽ വുഡ് വർക്ക് ഒരുക്കുന്ന രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈസി ചെയറിൻ്റെ ആ നെടിയ കഷ്ണം, വലിയ കഷ്ണങ്ങൾ അത് രണ്ടും നമ്മൾ വരച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് അതിൻ്റെ കുറിയ കഷ്ണങ്ങൾ എടുക്കാൻ പോകണേന്. ഈ 3 പീസാണ് 46 അടിച്ചുകൂട്ട്. ഇതാണ് ഈ 3 പീസ്. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 20 ഇഞ്ചാണ് പീസ് മുറിച്ചിരിക്കുന്നത്. നമ്മൾ വരക്കുമ്പോൾ 17.25 ഇഞ്ചിട്ടിട്ട് വരക്കുള്ളൂ. 17.25 ഇഞ്ച് ഉള്ളിട്ടിട്ടാണ് നമ്മൾ 46 അടിച്ചുകൂട്ട് വരുന്ന പീസ് വരക്കുന്നത്. നിങ്ങളിൽ കാണുന്ന ഈ പീസ് 50 ഇഞ്ചിൻ്റെ അടിച്ചുകൂട്ടിന് വരുന്നതാണ്. 50 ഇഞ്ചിൻ്റെ പുറത്തെ ഫ്രെയിം. ഇത് നമ്മൾ വരയ്ക്കുന്നത് ഇത് 17.25 ഇട്ട് വരച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഔട്ട് സൈഡ് എത്രയോ വരുന്നത്, ഔട്ട് സൈഡിൽ നിന്നാണ് ഇത് പുറത്തേക്ക് നമ്മൾ വരക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു പീസാണ് എൻ്റെ ഹെഡ് റെസ്റ്റ്. ഞാൻ ഇന്നലെ പറയുണ്ടായിരുന്നു തലഭാഗത്ത് വരുന്ന പീസാണിത്. ഈ പീസാണ് തലഭാഗത്ത് വരുന്നത്. ഇതിങ്ങനെ നമ്മൾ ഒരു ഷേപ്പ്, റൗണ്ട് ഷേപ്പ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്തത് ഇത്. ഈ പീസാണ് നമ്മുടെ ചെയറിൻ്റെ ഇരുത്ത്, ബാക്കിൽ വരുന്ന ഇരുത്ത്. ഈ പീസാണ്. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 24 ഇഞ്ച് നീളമാണ് ഈ പീസ്. ഇത് വരയ്ക്കുമ്പോഴും എങ്ങനെ വരയ്ക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് കാണേണ്ടതുണ്ട്. അത് എൻ്റെ കണക്ക് ഞാൻ അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇരുത്തിൻ്റെ പീസാണ്. ഇത് 50 ഇഞ്ചിൻ്റെ അടിച്ചുകൂട്ടിൻ്റെ പീസാണ്. ഇത് 46 ഇഞ്ചിൻ്റെ പീസാണ്. ഇതെങ്ങനെ വരണമെന്ന് ഞാൻ കാണിച്ചു തരാം ഓരോന്നോരോന്ന്. പിന്നെ ഈ ഒരു പീസ് ഇത് രണ്ടായിട്ട് മുറിക്കും. ഇത് 5.25 ഇഞ്ചിനാണ് മുറിക്കുന്നത്. ഇതാണ് ഹാൻഡ് റെസ്റ്റിൻ്റെ അടിയിൽ വരുന്ന തൂക്കാണിത്. ഇപ്പം ഇങ്ങനെ ഒരു പീസ് നമുക്ക് ആവശ്യമാണ്. ഇനി ഞാനിത് ഓരോന്ന് വരയ്ക്കുന്ന ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ആദ്യം ഞാൻ 17.25 അതായത് 46 ഇഞ്ചിൻ്റെ ഫ്രെയിം, അതിൻ്റെ ഫ്രെയിമിൻ്റെ പീസ് എങ്ങനെ വരയ്ക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം. നമ്മുടെ ഫ്രെയിം ഏതാണ്ട് ഒരു 7 നൂലാണ് അതിൻ്റെ കനം. അപ്പോൾ 7 നൂല് ഉദ്ദേശിച്ച് ഞാനിവിടെ ഒരു ഫസ്റ്റ് ഒരു വര വരച്ചിട്ടുണ്ട്. 7 നൂല് ഉദ്ദേശിച്ച് ഇത്ര കൂടുതലുണ്ട്. ഇനി ഇവിടെ നിന്നാണ് ഈ അളവിൽ നിന്നാണ് ഞാൻ 17.25 വെക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ 1 ഇഞ്ച് വിട്ടാൽ വെക്കുന്നത്. അപ്പോൾ 18.25 വെക്കുമെങ്കിൽ 17.25 കിട്ടുള്ളൂ. ഇതിപ്പോൾ 17.25 ഇട്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ എന്തുകൊണ്ടിട്ടാണ് 17.25 ഉള്ളെടുക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാം. നമുക്ക് കടയിൽ നിന്ന് ഈസി ചെയറിൻ്റെ ക്ലോത്ത് കിട്ടുന്നത് 18 ഇഞ്ചാണ്. 18 ഇഞ്ച് വീതിയാണ്. അപ്പോൾ അതിനേലും ഒരു 4 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. നമുക്ക് ഇനി ഇത് എല്ലാം ആ അളവിൽ നമുക്ക് പകർത്തിയെടുക്കാം. കൂടുതലുള്ളതാണ് ഇത്. ഇത് കട്ട് ചെയ്ത് കളയും. നമ്മൾ എല്ലാത്തിൻ്റെയും
നല്ല പാട് നമ്മൾ മാർക്ക് ചെയ്യണം, നല്ല അരികും മാർക്ക് ചെയ്യണം. എന്തിനാന്ന് വെച്ചാൽ അവിടെ നിന്നാണ് നമ്മൾ വര പോലൊക്കെ ഇടുന്നത്. നല്ല പാട്ടിൽ നിന്നും നല്ല അരിയൊക്കെ നോക്കിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ 17.75 3 പീസ് നമ്മൾ വരച്ച് കഴിഞ്ഞ് ഈ 17.75 പീസ് നമ്മൾ 46 അടിച്ചു കിട്ടും. ഇനി നമുക്ക് 50 ഇഞ്ചിൻ്റെ കുറിയത് എങ്ങനെ വരയ്ക്കണമെന്ന് നോക്കാം. ഈ 3 പീസാണ് നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്നത്. നല്ല പാട്, നല്ല അരി. ജസ്റ്റ് ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് ആദ്യത്തെ വര വരക്കാം. എനിക്കൊരു കാര്യം പറയാനായിട്ട് നിങ്ങളിത് വർക്ക് അറിയാവുന്നവരാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം ഞാൻ വർക്ക് അറിയാവുന്നതോടു കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഞാനിവിടെ കറക്റ്റായിട്ട് ഞാൻ അത് ഒപ്പിച്ചിട്ടുണ്ട്. നീളം കറക്റ്റാണ്. അതിനുശേഷം ഞാൻ ഈ നീളം ഇവിടെ മാർക്ക് ചെയ്തു. ആ നീളം മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഫ്രെയിമിൻ്റെ കനം ഞാനിവിടെ കൂടുതലായിട്ട് കൊടുക്കുക. ഒരര നൂല് കൂടി നമ്മളത് കൂട്ടിയിടുക, ഒരു ലൂസിന് വേണ്ടി ഒരര നൂല് എനിക്ക് ആക്കിയിട്ട് എന്നിട്ട് അതിങ്ങനെ വരച്ചെടുക്കുക. ഇതാണ് ഔട്ട് സൈഡിൽ വരുന്ന ഫ്രെയിം, അതായത് 50 ഫ്രെയിമിൻ്റെ അടിച്ചുകൂട്ടാണ്. അപ്പം ഇതിൻ്റെ അളവ് നമുക്ക് കിട്ടുന്നത്, ഇതിൻ്റെ ശ്രദ്ധിക്കണം, ഇത് വരച്ചിട്ട് ഇതിൽ നിന്നും ഇതുമ്മൽ അടിച്ചു കൂട്ടുന്ന ഈ ഫ്രെയിമിൻ്റെ കനം കൂടി ഇവിടെ കൂട്ടിയിട്ട് വേണം നമ്മൾ ഔട്ട് സൈഡിലെ ഫ്രെയിം വരക്കാൻ. അതായത് 50 ഇഞ്ചിൻ്റെ ഫ്രെയിം കൂട്ടാനുള്ള അടിച്ചുകൂട്ട് വരക്കാൻ. അതാണ് ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് പകർത്തിയെടുക്കാം. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഈ അളവിൽ തന്നെയാണ് നമ്മൾ ഇത് വരയ്ക്കേണ്ടത്. ഇത് ഹെഡ് റെസ്റ്റ് ആണ്, അത് ഈ അളവിൽ തന്നെയാണ് വരയ്ക്കേണ്ടത്. കട്ട് ചെയ്തുള്ളതാണ് കട്ടിങ് മാർക്കാണത്. ഇപ്പൊ നമ്മൾ 2 ഫ്രെയിമിന്റെ 3 പീസ് വരച്ചു കഴിഞ്ഞു. നമുക്കിതിന് ഇതിന്റെ
ഒരു റൗണ്ട് വരയ്ക്കാനായിട്ടുണ്ട്. ടെംപ്ലേറ്റ് ഇട്ട് നമുക്ക് ആ റൗണ്ട് കൂടി വരച്ചേക്കാം. ഡ്രസ്സിൻ്റെ അവിടുത്തെ വരുന്ന ടോപ്പിൽ വരുന്ന പീസാണിത്. ഒരു ഷേപ്പ് ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കുടുംബം എടുക്കാം. അതുപോലെ തന്നെ ആ ഫ്രെയിമിന് ഹോൾ ഇടാം. അതെങ്ങനെ നോക്കാം. ഇതുപോലെ ഒരു മരത്തിൻ്റെ കട്ടമ്മൽ ആണി അടിച്ചെടുക്കുക. ഇതിപ്പോൾ 3 നൂലുണ്ട്, ഇത് 3/4 ഇഞ്ച് ഉണ്ട്, അതായത് 6 നൂല്. ഒരാണി 3 നൂല്, ഒരാണി 6 നൂല്. ഇതുപോലെ കട്ടമ്മൽ അടിച്ചെടുത്തിട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വരക്കുക. രണ്ട് ആണി വരക്കണം. 2 ആണിയും ടച്ച് ചെയ്യത്തക്ക രീതിയിൽ ഇതുപോലെ വരച്ചെടുക്കുക. വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തെളിഞ്ഞിട്ടുണ്ട്. ഗൂഗിളായിട്ട് കാണാൻ വേണ്ടി ഞാൻ പേന വെച്ച് മാർക്ക് ചെയ്തതുണ്ടാവും. കണ്ടോ ഞാൻ പേന വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ കട്ട വെച്ച് ആണി വെച്ചിട്ട് മാർക്ക് ചെയ്ത ആ വരമ്പലാണ് ഇത് പേന ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ക്ലിയർ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇത് ഹോൾ ഇട്ടെടുക്കാം. ഇപ്പം ഇവിടുന്ന് ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഈ വശത്താണ് ഇത് ഇടേണ്ടത്, വരവല ഇടേണ്ടത്. ഇതുപോലെ ഇട്ട് ഈ തല തിരിച്ചെങ്കിൽ നമുക്ക് ഈ വശം കിട്ടത്തുള്ളൂ. എന്നിട്ട് അതുമ്പോഴും ഇതുപോലെ വരവലിട്ടെടുക്കണം. കട്ടിങ്ങനെ മറിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആണി നമുക്ക് അടുത്തായിട്ട് ടച്ച് ചെയ്യുന്ന രീതിയിൽ കിട്ടും. വണ്ടി ജസ്റ്റ് നമുക്ക് തെളിച്ചു കൊടുക്കാം. വരൊന്ന് പേന കൊണ്ട് ഇതുപോലെ ഒന്ന് തെളിച്ചു കൊടുക്കാം. ഇത് ഹോളാക്കി എടുക്കണം. അതുപോലെ ഈ തലത്തിലുണ്ട്, ഇവിടെ ഉണ്ട്. ശ്രദ്ധിക്കണം ഈ മാർക്ക്. ഇവിടെ ഒരു ഹോളുള്ളൂ, അവിടെ 2 ഹോളുണ്ട്. ഇവിടെ ഒരു ഹോളുണ്ട്, ഇവിടെ 2 ഹോളുണ്ട്. അങ്ങനെ നമുക്ക് ഇതും നമുക്ക് അതുപോലെ തന്നെ വര പോലിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ 1.25 ഇഞ്ച് സ്പേസ് അവിടെ ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. അതങ്ങനെ വേണം നമുക്ക്. അത് വർക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് അവിടെയൊക്കെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതിന് നമുക്ക് ഹോളിടാം. ഇതുപോലെ 4 ഫ്രെയിമും വര പോലിട്ട് ഇടുക. എന്നിട്ട് ഇതിന് ഹോൾ ഇടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള ഉളിയാണ്. 3 നൂലിൻ്റെ ഉളി കിട്ടും. പൊഴി ഉളി എന്ന് പറയും. ഈ ഉളി വെച്ചിട്ട് ഇവിടുന്ന് നമുക്ക് ഹോൾ ഇടാം. പിന്നെ സൈഡ് കുത്താനായിട്ട് ഇതുപോലത്തെ ഉളി 1.5 ഇഞ്ച് ഉളി നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഞാനിത് ഹോൾ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോണത് റൂട്ടറാണ്. റൂട്ടർ മെഷീൻ വെച്ചിട്ട് ഞാൻ ഹോൾ ഇടാൻ പോണേന്ന്. അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. നിങ്ങൾക്ക് റൂട്ടർ മെഷീൻ ഇല്ലാത്തവർക്ക് ഉളി വെച്ചിട്ട് ഹോൾ ഇടാം. റൂട്ടർ മെഷീൻ വെച്ചിട്ട് ഞാൻ ഇത് ഹോൾ ഇടാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇതൊരു 9mm ബിറ്റാണ്. 9mm ഈ ബിറ്റ് ബയറിങ്ങുള്ളതാണ്. ഇതുകൊണ്ട് ഹോൾ ഇട്ട് കഴിഞ്ഞാൽ 1/2 ഇഞ്ച് നമുക്കിത് താഴ്ച കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഈ റൂട്ടറിൽ ഞാനിങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പോണത്. ഞാൻ നേരത്തെ പറയേണ്ടായി, നിങ്ങൾക്ക് റൂട്ടർ മെഷീൻ ഇല്ലാത്തവർക്ക് ഉള്ളി കൊണ്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വര പോലെ ഇട്ടേക്കുന്നതിന് അനുസരിച്ച് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഏതാണ്ട് വലിയ കുഴപ്പമില്ല, ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്.
ഞാനിപ്പോൾ ഇത് റൂട്ടർ ചെയ്യാനായിട്ട് ഈ 2 കഷ്ണങ്ങൾ ടേബിളിൽ സി ക്ലാമ്പ് വെച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അങ്ങനെ ടൈറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ കഴിയത്തില്ല. ഞാനത് വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നുള്ള മാത്രമേ ഉള്ളൂ. ഞാൻ ക്ലാമ്പ് വെച്ച് മുറുക്കിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നമ്മളിപ്പോൾ റൂട്ടറിൽ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഫിനിഷിങ് കിട്ടും. ഇനി നമ്മളിതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഉള്ളിക്ക് കുത്തി നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഇനി ഈ വശവും ഹോളിട്ടെടുക്കണം. ഇതെല്ലാം അതുപോലെ നമുക്ക് ഹോളിട്ടെടുക്കാം. ഇതിപ്പോൾ നമ്മൾ കുറിയ പീസിന് നമ്മൾ കുടുംബം എടുക്കാൻ വേണ്ടിയിട്ട് വരകോല് ഇടണേ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ വരകോല് ഇടുന്നത് ആ കഷ്ണത്തിൻ്റെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ നല്ല പാട്ടിൽ നിന്നാണ് നമ്മൾ വരകോല് ഇടേണ്ടത്. ഈ 5 പീസാണ് ഇത് വെച്ച് വരകോലിട്ട് കുത്തിയെടുക്കേണ്ടത്. അതേസമയം ഇതിൻ്റെ വരകോല് വേറെയാണ്. ഇതിൻ്റെ വരകോല് വേറെയാണ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ കുടുംബം എടുക്കാനായിട്ട് കട്ടർ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. കട്ടർ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്തിട്ടാണ് നമ്മളത് കുടുംബം എടുക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ റൂട്ടർ വെച്ചിട്ട് ഞാൻ കുടുംബം എടുക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എനിക്കിപ്പോൾ റൂട്ടർ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളെങ്കിൽ കുടുംബ ഉളി കൊണ്ട് കുത്തിയെടുക്കാം. അത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ വാങ്ങാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ വര നിർത്തിയിട്ട് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇവിടെ വരയ്ക്ക് ഞാൻ ഉളുക്കി കുത്തി ഫിനിഷ് ചെയ്യും. അതേസമയം ഇവിടെ ഒരു ചെറിയ ഇത് മാത്രമേ ഉള്ളൂ, കുറച്ച് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഉളുക്കി കുത്തി ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മളുടെ ഈ തലവശത്ത് വരുന്ന ഹെഡ് റെസ്റ്റിൻ്റെ അവിടെ വരുന്ന ഈ പീസിന് കുടുംബം എങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഈ ഹോളിലാണ് അത് വരുന്നത്. അപ്പം ഈ ഹോളിൻ്റെ ഈ വശമാണ് നല്ല വശം. അപ്പം ഈ ഹോളിൻ്റെ ഇവിടെ ഇങ്ങനെ വെക്കുന്നു ഉണ്ടോ? ഇവിടെ ഇങ്ങനെ ചാടിക്കിടക്കില്ല, ഈ ലെവലിലാണ് ഹോള്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഈ വശം ലെവലാണ്, ഈ ഹോളിൻ്റെ ഈ ഭാഗം ലെവലാണ്. എന്നിട്ടാണ് ഇത്രയും കുടുംബം എടുക്കുന്നത്. ഇതാണ് കുടുംബം. ഇത്രയും ഭാഗം വരവോലിട്ടിട്ട് ഇത് കളയും. ഇത്രയും വശം കളയും. ഇപ്പം നമുക്ക് ഇതിനായിട്ടൊരു വരകോലി, ഇതിലൊരു വരകോലി നമുക്ക് വേണം. ജസ്റ്റ് നമുക്ക് ഇതൊന്ന് കിട്ടുമോ നോക്കാം. ഈ വരകോലി ഇതിന് കറക്റ്റാണ്. നോക്കുക, ഈ ഭാഗത്ത് നിന്ന് വരകോലി കറക്റ്റാണിത്. ഈ വരകോലി ഇട്ടിട്ട് ഇതിൻ്റെ ഈ ചീത്ത ഭാഗത്ത് നിന്ന് കുത്തിക്കളയുന്നു. ചീത്ത ഭാഗത്ത് നിന്ന് കളയും.
നമുക്ക് ഇവിടെ വാങ്ങിയിടാം. ശ്രദ്ധിക്കണം, ഇതിൻ്റെ ചീത്ത വശത്താണ് വാങ്ങിയേക്കുന്നത്, അതേസമയം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നല്ല വശത്താണ് വാങ്ങിയേക്കുന്നത്. ഇനി നമുക്ക് ആദ്യം ഞാൻ റൂട്ടറിൽ കുടുംബം എടുക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ ഒരു പീസ് ഉളിക്ക് കുത്തി എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് റൂട്ടറില്ലാത്ത ആൾക്കാർക്ക് ഉളിക്ക് കുത്തി എടുക്കുന്നതാണല്ലോ. നമ്മുടെ ഈ വീഡിയോ നമ്മളിപ്പോൾ ഇവിടെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ നമ്മളെ പാർട്ട് 3യിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞങ്ങൾ ഇനി ഇടുന്ന അടുത്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുക. സംശയങ്ങൾ എന്താണെങ്കിലും ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ റൂട്ടർ വെച്ചിട്ട് ഇതുപോലെ കുടുംബ എങ്ങനെ എടുക്കാമെന്നുള്ളതിനെക്കുറിച്ചിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. ഇങ്ങനെ ഇത് മാത്രമല്ല, നമുക്ക് ജനച്ചട്ടം അതുപോലുള്ള വലിയ വലിയ കുടുംബങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതിനെക്കുറിച്ചിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അതുവരേക്കും നന്ദി, നമസ്കാരം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.